കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4ാം സെമസ്റ്റർ പേപ്പറായ സാമൂഹിക ഗവേഷണത്തിനൊരാമുഖം ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ റിസർച്ച് എന്ന ടെക്സ്റ്റ് പുസ്തകത്തിലെ 1ാമത്തെ മൊഡ്യൂള് ഫണ്ടമെൻ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് അഥവാ സാമൂഹിക ഗവേഷണത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, സാമൂഹ്യ ഗവേഷണത്തിൻ്റെ നിർവചനം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ വ്യാപ്തി. രണ്ടാമത്തെ കാര്യം സോഷ്യൽ റിസർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ വസ്തുനിഷ്ഠത. ഈ കാര്യങ്ങളാണ് രണ്ടാമത്. മൂന്നാമത്തത് സോഷ്യൽ റിസർച്ചിലെ പ്രധാനപ്പെട്ട 2 റിസർച്ച് രീതികളാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും. അതിൻ്റെ രീതികളെക്കുറിച്ച് ഈ പാഠഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും 1ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടത്. പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ മനുഷ്യന് എപ്പോഴും ഉണ്ടാകും. നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച്, നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ ഉയർന്നു വരാറുണ്ട്. എന്താണ് സൂര്യൻ? എന്താണ് നക്ഷത്രങ്ങൾ? എന്തുകൊണ്ടാണ് രാവും പകലും മാറി മാറി വരുന്നത്? കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും മനുഷ്യ മനസ്സുകളിലുണ്ടാവും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള ഉത്തരങ്ങൾ തേടാൻ അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രജ്ഞന്മാർ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഗവേഷണം എന്ന് പറയുന്നത്. ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ, ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിനോ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തുന്നതിനോ ഉള്ള ആസൂത്രിതമായ അന്വേഷണത്തെയാണ് നമ്മൾ ഗവേഷണം അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ, ഒരു വിവരത്തെ ശേഖരിക്കുകയും കൃത്യമായ രീതിയിൽ അതിനെ വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ഒരു പ്രശ്നത്തിന് അങ്ങനെ വിശ്വസനീയമായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തനത്തെ നമുക്ക് ഗവേഷണം അല്ലെങ്കിൽ റിസർച്ച് എന്ന് വിളിക്കാവുന്നതാണ്. റിസർച്ച് എന്നുള്ള പദം 2 വാക്കുകൾ കൂടിച്ചേർന്നുണ്ടായതാണ്. വീണ്ടും വീണ്ടും എന്നർത്ഥം വരുന്ന റീ എന്നുള്ള വാക്കും കണ്ടെത്തുക എന്നർത്ഥം വരുന്ന സെർച്ച് എന്നുള്ള വാക്കും കൂടിച്ചേർന്നുണ്ടായ പദമാണ് റിസർച്ച് എന്നത്. ഒരു വ്യക്തി അയാളുടെ മുമ്പിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ചോദ്യം ഉയർന്നു വരുന്നു. അയാൾ ആ പ്രശ്നത്തെക്കുറിച്ച് നിരീക്ഷിക്കുന്നു. വീണ്ടും വീണ്ടും അയാൾ അതിനെക്കുറിച്ച് പഠനം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. ലഭിച്ച വിവരങ്ങളെ അദ്ദേഹം വിശദീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക്, ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ഒരു ഗവേഷണത്തിൻ്റെ ഘട്ടങ്ങളെന്ന് പറയുന്നത്. ഇവിടെ ഒരു വ്യക്തി വേണം, ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തി വേണം. രണ്ടാമത്തത് ഒരു ചോദ്യം വേണം അല്ലെങ്കിൽ ഒരു പ്രതിഭാസം, ഒരു വിഷയം വേണം. മൂന്നാമത്തത് അയാൾ ആ വിഷയത്തെക്കുറിച്ച് നിരീക്ഷിക്കണം. നാലാമത്തത് വീണ്ടും വീണ്ടും അയാൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. നാലാമത്തത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അദ്ദേഹം ശേഖരിക്കണം, കളക്ഷൻ ഓഫ് ഡാറ്റ. ആറാമത്തത് അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് വിശകലനം ചെയ്യണം. ഏഴാമത്തത് അയാൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ഒരു ഗവേഷണത്തിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ റിസർച്ചിൻ്റെ നിർവചനങ്ങളാണ് നമ്മൾ പറയുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി 1-2 നിർവചനങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു വച്ചാൽ മതി. ഒരുപാട് നിർവചനങ്ങൾ പഠിച്ചു വച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് 1-2 നിർവചനങ്ങൾ മാത്രം മനസ്സിലാക്കി വെക്കുക. എമോറി എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് പറയുന്ന നിർവചനം, ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് രൂപകൽപ്പന ചെയ്യുകയും നിർവഹിക്കുകയും ചെയ്യുന്ന ഏതൊരു സംഘടിത അന്വേഷണവും ഗവേഷണമാണ്. ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഗവേഷണങ്ങളാണ് എന്നാണ് എമോറി എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. LP റെഡ്മാൻ, AVH മോറി എന്ന 2 സോഷ്യോളജിസ്റ്റുകൾ
സോഷ്യൽ റിസർച്ചിന് നൽകിയ നിർവചനം വളരെ പ്രസിദ്ധമാണ്. പുതിയ അറിവ് നേടാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഗവേഷണം എന്നാണ് സോഷ്യൽ റിസർച്ചിന് ഈ രണ്ടാളുകൾ നൽകിയിരിക്കുന്ന നിർവചനം. ഗവേഷണത്തിൻ്റെ സവിശേഷതകളാണ് ഇനി പറയുന്നത്. ഗവേഷണത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 സവിശേഷതകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഒരു പ്രതിഭാസത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ആസൂത്രിതമായി വിമർശനാത്മകമായി അന്വേഷിക്കുന്നതാണ് ഗവേഷണം. അതാണ് ഒന്നാമത്തെ സവിശേഷത. 2, ഒരു പ്രതിഭാസത്തെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും വേണ്ടിയാണ് ഗവേഷണം ചെയ്യുന്നത്. 3, ഗവേഷണം ശാസ്ത്രീയമായ രീതികളിലൂടെയാണ് നടത്തുന്നത്. കേവലം വായിച്ച് അറിഞ്ഞ് മനസ്സിലാക്കുക എന്നതിനപ്പുറം ശാസ്ത്രീയമായ രീതികളിലൂടെ ഒരു വിഷയത്തെ കൃത്യമായി പഠിക്കുക എന്നതാണ് ഗവേഷണത്തിൻ്റെ സവിശേഷതകളിൽ മൂന്നാമത്തത്. റിസർച്ചിന് 2 പ്രധാനപ്പെട്ട മെത്തേഡുകളാണ് ഉള്ളത്. ഒന്ന് സയൻറ്റിഫിക് മെത്തേഡ്, രണ്ടാമത്തത് അൺസയൻറ്റിഫിക് മെത്തേഡ്. സയൻറ്റിഫിക് മെത്തേഡ് എന്നാൽ വസ്തുനിഷ്ഠമായി കൃത്യമായി കാര്യങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കുന്നതിനെയാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അൺസയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ രീതിയിലല്ലാതെ ഗവേഷണം നടത്തുന്നതിനെയാണ് അൺസയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് റിസർച്ച്, സാമൂഹ്യ ഗവേഷണത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അറിവുകളെ ശാസ്ത്രീയമായ രീതി ഉപയോഗപ്പെടുത്തി പരിശോധിക്കാനും നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാനും വേണ്ടിയാണ് സാമൂഹ്യ ഗവേഷണം നടത്തുന്നത്. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അറിവുകളെ ശാസ്ത്രീയ രീതി ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കാനും നമുക്ക് സംശയമുള്ള കാര്യങ്ങളെ വ്യക്തമാക്കാനും വേണ്ടിയാണ് സാമൂഹ്യ ഗവേഷണം നടത്തുന്നത്. മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള അറിവും സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും നാം ജീവിക്കുന്ന പരിസ്ഥിതിയെക്കുറിച്ചും കൂടുതലായി മനസ്സിലാക്കാൻ സോഷ്യൽ റിസർച്ചിലൂടെ സാധിക്കുന്നു. അതിനുവേണ്ടിയുള്ള അവസരം സൃഷ്ടിക്കുക എന്നതാണ് സോഷ്യൽ റിസർച്ചിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. പുതിയ അറിവുകൾ കണ്ടെത്തുക, പുതിയ വസ്തുതകൾ കണ്ടെത്തുക എന്നിവയും സോഷ്യൽ റിസർച്ചിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇനി ഫങ്ഷൻസ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് അഥവാ സാമൂഹ്യ ശാസ്ത്ര ഗവേഷണങ്ങളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇനി പറയുന്നത്. ഒരുപാട് ധർമ്മങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, വസ്തുതകളുടെ കണ്ടെത്തലും അവയുടെ വ്യാഖ്യാനവും. മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതവും സാമൂഹ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ ജീവിതം തുടങ്ങിയത് എന്നാണ്, കുടുംബം എന്താണ്, എങ്ങനെയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളെ കണ്ടെത്തുകയും അവയെ വിശദീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് സോഷ്യൽ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മമാണ്. രണ്ടാമത്തെ ധർമ്മം പ്രശ്നങ്ങളെ നിർണ്ണയിക്കലും അവയുടെ വിശകലനവും. സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സാമ്പത്തിക അസമത്വം, സംഘർഷം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നിർവചിക്കുക, അതോടൊപ്പം അവയുടെ വിശദീകരണവും എങ്ങനെ അതിന് പരിഹാരം കാണാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് സോഷ്യൽ റിസർച്ചിൻ്റെ രണ്ടാമത്തെ ധർമ്മമാണ്. മൂന്നാമത്തത് വികസനാസൂത്രണം, ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ്. വികസന പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്യുന്നതിനും അത് കൃത്യമായി രൂപകൽപ്പന ചെയ്യുന്നതിനും ആവശ്യമായ ഡാറ്റകൾ ഗവേഷണ മേഖലകളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്തെല്ലാം പരിപാടികളാണ് ഒരു സമൂഹത്തിൽ നടത്തേണ്ടത്, എന്ത് പരിപാടികൾ നടത്തിയാലാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതൊക്കെ നമുക്ക് ഗവേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയും. അത്തരം കണ്ടെത്തിയ കാര്യങ്ങളെ നടപ്പിലാക്കി കഴിഞ്ഞാൽ സമൂഹത്തിൽ വികസനങ്ങളുണ്ടാകും, മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ വികസനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും സോഷ്യൽ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. നാലാമത്തത് സാമൂഹ്യക്ഷേമം, സോഷ്യൽ വെൽഫെയർ എന്നുള്ളത് സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. സാമൂഹ്യ ഗവേഷണങ്ങളിലൂടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നന്മകളെയും തിന്മകളെയും വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്ന തിന്മകളെ തടഞ്ഞു നിർത്താൻ
സാമൂഹ്യ ഗവേഷണത്തിലൂടെ നമുക്ക് കഴിയും. തിന്മകൾ ഏതാണെന്ന് കണ്ടെത്താൻ കഴിയും, ആ തിന്മകളെ നമുക്ക് തടയാൻ കഴിയും. അതുപോലെ നന്മകൾ പരമാവധി ആളുകളിലേക്ക്, ഏതാണ് നന്മ എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പരമാവധി ആളുകളിലേക്ക് ആ നന്മയെ എത്തിക്കാനും നമുക്ക് കഴിയും. അതുകൊണ്ട് സോഷ്യൽ സയൻസ് റിസർച്ചിലൂടെ ജനക്ഷേമം അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമം എന്ന ധർമ്മം കൂടി നമുക്ക് നിർവഹിക്കാൻ കഴിയും.